അമേരിക്കയിലെ ഒരു കൂട്ടം അഭയാർത്ഥികളെ US ഗവൺമെൻറ് തട്ടിക്കൊണ്ടുപോയി ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ ജോലിക്കാരാക്കുകയാണ്. പക്ഷേ ഓൾഡ് ഏജ് ഹോമിലുള്ള വയസ്സായവരെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും അഭയാർത്ഥികളെയും ഓരോ ദിവസമായിട്ട് അവിടെ നിന്ന് കാണാതെയാകുന്നു. എന്തായിരിക്കും ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ പിന്നിലെന്ന് അറിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അവിടെ പെട്ടുപോയ അഭയാർത്ഥികളായിട്ടുള്ള ക്രിസും അവരുടെ കൂട്ടുകാരും. അവരങ്ങനെ രഹസ്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ അറിഞ്ഞത് US ഗവൺമെൻറ്റും ആൾക്കാരും നടത്തുന്ന ചില മൃഗീയമായ രഹസ്യങ്ങളാണ്. ആ രഹസ്യം എന്തായിരിക്കും, അതെന്താണെന്ന് അറിയുന്നതിനായിട്ട് കഥയുടെ അവസാനം വരെ കാണുക. 2022 പുറത്തിറങ്ങിയ അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ് അമേരിക്കൻ കാർണേജ്. അമേരിക്കയിലെ അഭയാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ താമസിക്കുന്നവരെ പോലെ തന്നെ അത്രയും ജനസംഖ്യ തന്നെയാണ് ഇപ്പോൾ അഭയാർത്ഥികൾക്കുമുള്ളത്. ഇങ്ങനെ അഭയാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയെയും അവിടുത്തെ ഗവൺമെൻറ്റിനെയും വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അമേരിക്കയിലെ സിറ്റിസൻസിനും അവിടുത്തെ ആൾക്കാരുമെല്ലാം അവരുടെ ജോലികളും അവരുടെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതിനായിട്ട് ഈ അഭയാർത്ഥികളെ അല്ലെങ്കിൽ ഈ ഇമിഗ്രൻസിനാണ് അവർ ജോലിക്ക് നിർത്തുന്നത്. അതായത് എന്ത് കാര്യത്തിനും അവർ പണി ഏൽപ്പിക്കുന്നത് ഈ ഇമിഗ്രൻസിനാണ്. ഈ അഭയാർത്ഥികൾ അവിടെ ചത്തു കടന്ന് പണിയെടുത്താലും ഈ അമേരിക്കക്കാരോ അവിടുത്തെ ആൾക്കാരോ ആരും തന്നെ ഇവർക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. പണിയെടുക്കാൻ മാത്രമായിട്ടുള്ള കുറച്ച് ജനക്കൂട്ടം, അങ്ങനെയാണ് ഈ അഭയാർത്ഥികളെ അമേരിക്കക്കാർ കണ്ടുകൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഇവർക്ക് അനുകൂലമായിട്ടും ഇവർക്കെതിരെയായിട്ടും കുറേയേറെ നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അഭയാർത്ഥിയാണ് നമ്മുടെ ഈ കഥയിലെ നായകനായിട്ടുള്ള ക്രിസ്. അവൻ ഒരു ബർഗർ ഔട്ട്ലെറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. അങ്ങനെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കാറിൽ വന്നിട്ട് രണ്ടുപേർ അവനോട് അവിടെ ഇല്ലാത്ത 2 ബർഗർ അവർ ഓർഡർ ചെയ്തത്. ആ ഒരു ടൈപ്പ് ബർഗർ അവിടെ ഇല്ല എന്ന് ക്രിസ് പറഞ്ഞിട്ടും അവരതിനെ സമ്മതിച്ചില്ല. അവർക്കെന്തോ ആ ബർഗർ തന്നെ വേണമെന്ന് അവർ നിർബന്ധം പിടിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇവനൊരു അഭയാർത്ഥി ആയതുകൊണ്ട് ആ കാറിൽ വന്ന 2 പേർ ഇവനെ വർഗീയമായിട്ട് തന്നെ കളിയാക്കുകയാണ്. ക്രിസും അതിന് വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. അവൻ അവിടെ ഉണ്ടായിരുന്ന ആ മൈക്കിൽ കൂടെ അവരുടെ മുൻപിൽ അവരെ തെറി പറയുകയാണ്. ഇത് കേട്ടിരുന്ന ആ കാറിലുണ്ടായിരുന്നവർക്ക് നാണക്കേട് തോന്നിയിട്ട് അവരവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോവുകയാണ്. അടുത്തതായിട്ട് അവൻ്റെ ഔട്ട്ലെറ്റിലേക്ക് വന്നത് ഒരു കാർ നിറച്ച് പെൺകുട്ടികളായിരുന്നു. ആ കാറിൻ്റെ ബാക്ക് സീറ്റിൽ അവൻ്റെ സഹോദരിയായിട്ടുള്ള ലില്ലീനെ കണ്ടപ്പോൾ അവനൊന്ന് ആശ്ചര്യപ്പെട്ടു പോയി. അവരങ്ങനെ ആ ബർഗർ വാങ്ങിച്ചപ്പോഴാണ് ലില്ലിയുടെ കൂട്ടുകാർ ക്രിസിനോട് ഒരു കാര്യം പറഞ്ഞത്. ക്രിസിൻ്റെ സഹോദരിയായിട്ടുള്ള ലില്ലിക്ക് പുതിയൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. അധികം വൈകാതെ തന്നെ അവൾ ഈ നാട് വിട്ടുപോകും. ഈ ഒരു വാർത്ത ഇറങ്ങിയ ക്രിസിന് യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടെങ്കിലും അവൻ്റെ സഹോദരി പിരിഞ്ഞു പോകുന്നതിൽ അവന് വളരെ സങ്കടമുണ്ട്. തിരികെ വീട്ടിലെത്തിയപ്പോൾ അവൻ ഈ കാര്യം തന്നെ ലില്ലിയോട് പറഞ്ഞു. അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും അവൾക്ക് ഈ അഡ്മിഷൻ കിട്ടിയതിൽ ഏറ്റവും അഭിമാനിക്കുന്നതും ഞാൻ തന്നെയാണെന്ന് അവൻ പറയുകയാണ്. അങ്ങനെ അവസാനമായിട്ട് പോകുന്നതിന് മുൻപായിട്ട് ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അവരൊരു സെൽഫി എടുക്കാൻ നേരത്താണ് ക്രിസ് ഒരു കാര്യം അവളുടെ കഴുത്തിൽ ശ്രദ്ധിച്ചത്. അതൊരു ടാറ്റു ആയിരുന്നു. അത് ആരും തന്നെ അറിയാതെ, അവളുടെ വീട്ടിൽ ആരും തന്നെ അറിയാതെയായിരുന്നു അവളുടെ ചെവിയുടേതാണ് അവൾ ടാറ്റു ചെയ്തത്. ക്രിസ് ഈ കാര്യം കണ്ടതുകൊണ്ട് ഇത് അവരുടെ അമ്മയോട് പറയരുതെന്ന് ലില്ലി അവരോട് പറയുകയാണ്. ക്രിസ് അവൻ്റെ അമ്മയോട് പറയത്തില്ലെന്ന് ഉറപ്പും കൊടുത്തു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ലില്ലിക്ക് പുതിയ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു പാർട്ടി തന്നെ അവൾ ഫാമിലിയിൽ വെക്കുകയാണ്. തൊട്ടടുത്ത ബന്ധുക്കളും കുറച്ച് കൂട്ടുകാരുമൊക്കെയാണ് ആ പാർട്ടിക്ക് വന്നത്. അങ്ങനെ പാർട്ടിക്ക് കഴിയാറായപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ക്രിസിൻ്റെ നേരെ ലില്ലി ഒരു പേപ്പർ എടുത്തിറങ്ങിയത്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഫിംഗറിൽ പേപ്പറൊക്കെ വെച്ച് ഒരു തരം ഗെയിം കളിക്കത്തില്ലേ, അങ്ങനെ ഒരു ഗെയിം കളിച്ച പേപ്പറായിരുന്നു അവൾ എടുത്ത് എറിഞ്ഞത്. അത് തുറന്നു നോക്കിയാൽ അവൻ കാണുന്നത് അതിൽ ഡോർക്ക് എന്ന് എഴുതിയതാണ്. അതായത് വിഡി അല്ലെങ്കിൽ ഒരു ഫൂളിഷ് എന്നാണ് അതിനർത്ഥം. ലില്ലി അവനെ ഒന്ന് കളിയാക്കുന്നതിനായിട്ടാണ് ആ പേപ്പർ എടുത്ത് എറിഞ്ഞത്. ഇത് കണ്ട ക്രിസും അവളെയും കളിയാക്കുന്നുണ്ട്. അവർ തമ്മിൽ ഇങ്ങനെ പരസ്പരം കളിയാക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ നല്ലൊരു പെർഫെക്റ്റ് ബോണ്ടായിരുന്നു ഉള്ളത്. അങ്ങനെ പാർട്ടിക്ക് കഴിയാറായപ്പോഴാണ് ലില്ലിയുടെ അമ്മ ലില്ലിനെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ എല്ലാവരുടെ മുൻപിലായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ലില്ലി അവളുടെ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് എല്ലാവരുടെ മുൻപിൽ പറയാൻ തുടങ്ങിയപ്പോഴാണ് പുറത്തുനിന്ന് കുറച്ച് പോലീസുകാർ അവരുടെ മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നത്. അകത്ത് കയറി വന്ന ആ പോലീസുകാർ ആ ഫാമിലിയിലുണ്ടായിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഞെട്ടിയിരിക്കുന്നത് പോലെ തന്നെ അവരും ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. അവർ എന്തിനാണ് ഇപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തത്? കാരണം ഒരു ക്രൈമോ ഒരു കുറ്റകൃത്യമോ ഒന്നും ചെയ്യാത്തവരാണവർ. അങ്ങനെയാണ് അവരെ അറസ്റ്റ് ചെയ്തതിനുള്ള യഥാർത്ഥ കാര്യം വെളിപ്പെടുത്തുന്നത്. US ഗവൺമെൻറ്റിൻ്റെ ഗവർണറായിട്ടുള്ള ഫിന്നും അവരുടെ സംഘവും എല്ലാം ചേർന്നിട്ട് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിയമം ഇറക്കി. അയാളുടെ ഓർഡർ അനുസരിച്ച് അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാ അഭയാർത്ഥികളെയും അറസ്റ്റ് ചെയ്യണം. അങ്ങനെ പിടികൂടിയ ഓരോ അഭയാർത്ഥികളെയും അവരുടെ കുട്ടികളെയുമെല്ലാം ഓരോ ജയിലിലായിട്ട് അവർ പിടിച്ചെടുക്കുകയാണ്. ക്രിസിനെ ജയിലിൽ പൂട്ടിയിട്ടപ്പോൾ ലില്ലിനെ മറ്റൊരു ജയിലിലേക്ക് പാർപ്പിക്കുന്നതിനായിട്ട് ഒരു ബസ്സിലേക്ക് കയറ്റി വിടുകയാണ്. ക്രിസ് ഇത് അകലെ നിന്ന് നോക്കി കാണുകയാണ്. അങ്ങനെ കുറച്ചേറെ ദിവസങ്ങൾ കടന്നുപോയി. US ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ ഒരു ഓഫീസർ ക്രിസിനെ കാണുന്നതിനായിട്ട് ജയിലിലേക്ക് വരികയാണ്.
ആ ഒരു ഓഫീസർ വന്ന് ക്രിസിനോട് ഒരു കാര്യം പറയുകയാണ്. ക്രിസിൻ്റെയും ലില്ലിയുടെ അമ്മയായിട്ടുള്ള മേരിയെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തു. അതായത് അമേരിക്കയിൽ നിന്ന് അവരുടെ സ്വന്തം രാജ്യത്തിലേക്ക് പറഞ്ഞു വിട്ടു. അവരുടെ എക്സിക്യൂട്ടീവ് ഓർഡർ ഫെയിൽ ആയതുകൊണ്ടും ചില നിയമ സാധ്യതകൾ ഉള്ളതുകൊണ്ടുമാണ് അവരെ അങ്ങനെ പറഞ്ഞു വിട്ടത്. പക്ഷേ മേരിക്ക് US തന്നെ നിൽക്കണമെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യണം. അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന ആരെങ്കിലും അവളെ തിരിച്ചു വിളിക്കുകയും അവൾക്ക് വേണ്ടി ക്ലെയിം ചെയ്യുകയും ചെയ്താൽ മാത്രമേ അവൾക്ക് തിരികെ വരാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ക്രിസിന് അത് ചെയ്യാൻ കഴിയുമെന്ന് അവർ പറഞ്ഞത്. ക്രിസ് ഒരു അഭയാർത്ഥിയാണെങ്കിലും അവൻ ജനിച്ചു വളർന്നത് അമേരിക്കയിൽ തന്നെയാണ്. ക്രിസിന് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവൻ ആദ്യമേ തന്നെ ഈ ഒരു ജയിലിൽ നിന്ന് വെളിയിലിറങ്ങണം. അവനെ ഒരു അഭയാർത്ഥിയായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാലും ക്രിസിന്റെ മുൻപിൽ ഒരു അവസരമുണ്ട്. അമേരിക്കൻ ഗവൺമെൻറ് നടത്തുന്ന ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അതിനെ ആ പ്രായമായ ആൾക്കാരെ സേവിക്കുകയും ഒരു കമ്മ്യൂണിറ്റി സർവീസായിട്ട് അത് നടത്തുകയും ചെയ്താൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ അവനെ വെറുതെ വിടും. പക്ഷേ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനായിട്ട് അവൻ തയ്യാറാകണം. അങ്ങനെ ക്രിസ് അതിന് ചേരാമെന്ന് അവരോട് തീരുമാനം പറയുകയാണ്. അതിനുവേണ്ടിയിട്ട് US ഗവൺമെൻറ്റിൻ്റെ ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ 2 ഓഫീസേഴ്സ് അവനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇൻ്റർവ്യൂവിൽ അവൻ കുറച്ച് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ പാസ്സാവുകയാണ്. ക്രിസിനെ പോലെ തന്നെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ബാക്കിയുള്ള കുട്ടികൾക്കും അവർ നൽകിയിരുന്നു. അങ്ങനെ അവരെ എല്ലാവരെയും ഇവർ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ഇൻ്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞ് അവരെ സെലക്ട് ചെയ്തതിന് ശേഷം ജയിൽ പുള്ളികളുടെ ഫോട്ടോ എടുക്കുന്നത് പോലെ അവരെ പിടിച്ചു നിർത്തി അവരുടെ ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ഇതിന് സമ്മതിച്ചത് അവരുടെ മുൻപിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ആ റിട്ടയർമെൻറ്റ് ഹോമിൽ പോകുന്നതിന് മുൻപായിട്ട് അവരുടെ എല്ലാം ഓഫീസറായിട്ടുള്ള ജോർജ് എന്നയാൾ അവരെ അവിടെ വിളിച്ചു നിർത്തുകയാണ്. അതിനുശേഷം ഓൾഡ് ഏജ് ഹോമിൽ അവർ പാലിക്കേണ്ട നിയമങ്ങളും പ്രായമായവരെ എങ്ങനെ സഹായിക്കണമെന്ന കാര്യങ്ങളുമെല്ലാം അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ഈ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന ഈ ഒരു കാലയളവിൽ അവർക്ക് പുറത്ത് ആരുമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ തന്നെ ചില കർഫ്യൂ പോലുള്ള കാര്യങ്ങൾ അവർ അവിടെ നടപ്പിലാക്കും. ഇതൊന്നും അനുസരിക്കാതെ എതിർത്ത് സംസാരിക്കുന്നവരെ തിരിച്ച് ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് തന്നെ അവർ തിരികെ കൊണ്ടുവരുമെന്ന് അയാൾ പറഞ്ഞു. ഇവരുടെ എല്ലാവരുടെയും കാലിൽ ആംഗിൾ പോലെ ഒരു ബെൽറ്റ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇവരെന്തൊക്കെ ചെയ്യുന്നു, എവിടേക്കൊക്കെ പോകുന്നു, ഇവരുടെ മൂവ്മെൻ്റ് എല്ലാം തന്നെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനൊരു ബെൽറ്റ് അവർ ഘടിപ്പിച്ചത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരെയും ഒരു ബസ്സിൽ കയറ്റി അവർ ഇനി താമസിക്കാനുള്ള ആ ഒരു ഓൾഡ് ഏജ് ഹോമിന് മുൻപിലേക്ക് അവരെ കൊണ്ടുവിടുകയാണ്. ആ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ പേരാണ് ആക്ലോ. അവർ വന്ന ഉടനെ തന്നെ ആക്ലോവിൻ്റെ ഫൗണ്ടറായിട്ടുള്ള എഡ്ഡിനെ കാണുകയാണ്. എഡ്ഡി അങ്ങനെ അവരെയും കൂടെ നടത്തിക്കൊണ്ട് ആ ഓൾഡ് ഏജ് ഹോമും അതിന് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവൻ അവരോടായിട്ട് സംസാരിക്കുകയാണ്. ആക്ലോ എന്ന ഈ ഓൾഡ് ഏജ് ഹോമിൽ സേവിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം വലിയൊരു കാര്യമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. ഇത് മറ്റാർക്കും കിട്ടാത്ത ഒരു അവസരമാണ്. ഇവിടെ താമസിക്കുമ്പോൾ ഇവിടെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരിക്കും. പക്ഷേ ഇവിടെ വരാറുള്ള ആരും തന്നെ അതിന് വലിയ വില കൊടുക്കാറില്ല. നിങ്ങൾ ആരും തന്നെ അങ്ങനെ ആയിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ എഡ്ഡി പറഞ്ഞതിന് ശേഷം അവൻ്റെ സ്റ്റാഫായിട്ടുള്ള സിന്ധിയെയും ജെയിംസിനെയും അവൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സിന്ധിയും ജെയിംസും അവരെ കൂട്ടിക്കൊണ്ട് അവിടുത്തെ ഫെസിലിറ്റിയും അവിടുത്തെ സൗകര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നടന്നു പോയപ്പോഴാണ് ക്രിസ് അവിടുത്തെ പൂന്തോട്ടത്തിലിരുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയെ അവൻ ശ്രദ്ധിച്ചത്. ഗ്രെറ്റ എന്ന പ്രായമായ ആ സ്ത്രീ ലില്ലി എന്ന ആ ഒരു പൂവ് പിടിച്ചിരിക്കുകയാണ്. വീൽചെയറിലുള്ള ഗ്രെറ്റ എന്ന ആ ഒരു സ്ത്രീ അതിലേക്കൂടെ നടന്നുപോയ ക്രിസിനെ ഒന്ന് കാര്യമായിട്ട് തന്നെ നോക്കുകയാണ്. അങ്ങനെ ആ ഓൾഡ് ഏജ് ഹോം എല്ലാം കാണിച്ച് പരിചയപ്പെടുത്തിയതിനു ശേഷം അവിടെ വന്നിരിക്കുന്ന ക്രിസിനെ പോലുള്ള വോളണ്ടിയേഴ്സിനെല്ലാം ലഞ്ച് കഴിക്കാനുള്ള സമയമായി. അങ്ങനെ ക്രിസ് അവൻ്റേതായിട്ട് കുറച്ച് ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴും അവർ കഴിക്കുന്ന ആ ഫുഡിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണെന്ന് വരെ അവർ ഡിസ്കസ് ചെയ്യുകയാണ്. ഇപ്പോൾ ക്രിസിന് കൂട്ടുകാരായിട്ട് 3-4 പേരെ കിട്ടിയിട്ടുണ്ട്. ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള മാക്കും അർജന്റീനക്കാരിയായിട്ടുള്ള മൈക്ക എന്നൊരു പെൺകുട്ടിയും പിന്നെ അവസാനമായി കമീലിയ എന്ന ഒരു പെൺകുട്ടിയും. ഇവർ 4 പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ ഇവരുടെ കൂടെ ക്രിസ് എന്ന പേരുള്ള വേറൊരു സാധാരണ പയ്യനുമുണ്ട്. അവന് ഈ ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരെ തോടുന്നതും അവർക്ക് സഹായങ്ങൾ ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് ക്രിസ്. കമീലിയയ്ക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വളരെ സംശയമാണ്. നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം ഓൾഡ് ഏജ് ഹോം അല്ല എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. അങ്ങനെ കമീലിയ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയ സമയത്താണ് ജെയിംസ് എന്ന അവരുടെ ആ ഒരു സ്റ്റാഫ് അവർ കഴിച്ചുകൊണ്ടിരുന്ന ആ ടേബിളിനടുത്തേക്ക് വന്നത്. അതിനുശേഷം അവർക്ക് വർക്ക് ചെയ്യാനുള്ള ആ ഒരു യൂണിഫോമും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അയാൾ വിവരിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്താണ് ക്രിസ് ആ വീൽ ചെയറിലുണ്ടായിരുന്ന ഗ്രെറ്റ എന്ന പ്രായമായ ആ സ്ത്രീയെ കണ്ടത്. അവൻ ആ സ്ത്രീയുടെ അടുത്ത് ചെന്ന് എന്തൊക്കെയോ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ആ സ്ത്രീ തിരിച്ചൊന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് മൈക്ക എന്ന പെൺകുട്ടി ക്രിസിനോട് പറഞ്ഞത് അവിടെയുള്ള ആ ഒരു ബുക്ക് ആ സ്ത്രീക്ക് വായിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഇതുപോലുള്ള ചെറിയ ചെറിയ പണികളാണ് ഇവർക്ക് ഇവിടെ ചെയ്യാനുള്ളത്.
പ്രായമായവരെ ഒന്ന് സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളും ബുക്ക് വായിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. ക്രിസ് അങ്ങനെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗ്രെറ്റ എന്ന സ്ത്രീ പെട്ടെന്ന് കരയാൻ തുടങ്ങിയത്. നിങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഇവിടെ വെച്ച് തന്നെ മരിക്കും, ഇതായിരുന്നു ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പതിയെ പതിയെ ആ സ്ത്രീ ഉറക്കെ കരയാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് ഇത് കേട്ടപ്പോൾ ക്രിസിന് യഥാർത്ഥത്തിൽ വലിയ ആശ്ചര്യമാണ് തോന്നിയത്. ഗ്രെറ്റ ഇവിടെ ഉറക്കെ കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് സിന്ധി എന്ന സ്റ്റാഫ് വന്ന് അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തത്. അതൊരു സെഡേറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രെറ്റ മയങ്ങിപ്പോയി. സിന്ധി ഉടനെ തന്നെ വീൽ ചെയറിൽ അവളെയും കൊണ്ട് മാറിപ്പോവുകയാണ്. അങ്ങനെ വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് ഡെന്നി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന കാര്യം അവർ ശ്രദ്ധിച്ചത്. ഉച്ചയ്ക്കത്തെ ലഞ്ചും അവൻ കഴിച്ചിട്ടില്ല. ആകപ്പാടെ ഇത്രയും നേരം അവൻ അവൻ്റെ ആ ഇൻഹേലർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ആസ്മ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവൻ ആ ഇൻഹേലറും അത്യാവശ്യമാണ്. പക്ഷേ ഡെന്നിക്ക് ഈ ഓർഗനൈസേഷൻ തരുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. ഇവർ തരുന്ന ഭക്ഷണത്തിൽ പോയിസണോ വിഷമോ എന്തെങ്കിലും കാണുമെന്നാണ് ഇവൻ കാരണമായിട്ട് പറയുന്നത്. അതുമാത്രമല്ല, അവരിയ്ക്കുന്ന ആ ഒരു മെസ് ഹാളിൽ ഒരു വലിയ ഡാർക്കായിട്ടുള്ള ഒരു ഇരുണ്ട ഗ്ലാസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഈ ഓർഗനൈസേഷനിലെ ആൾക്കാരാണ്. അവർ അവിടെ നിന്ന് നമ്മളെല്ലാം സൂക്ഷിച്ച് നോക്കുകയെന്നാണ് അവൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, എന്തൊക്കെയോ നിഗൂഢതകൾ ഇവിടെ ഉണ്ടെന്ന് ഡെന്നി അവരോട് പറഞ്ഞു. ഡെന്നി ഉറപ്പായിട്ടും ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെയും ചാടിപ്പോകും. അതെങ്ങനെയും ഞാൻ ചാടുന്നത് തന്നെ ഡെന്നി അവരോടെല്ലാം പറയുകയാണ്. അവരെല്ലാം അവനെ തടുക്കുന്നുണ്ടെങ്കിലും പുറത്ത് ചാടണമെന്നുള്ള വാശിയിലായിരുന്നു ഡെന്നി. ഇങ്ങനെ അവൻ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മറ്റൊരു വാതിലിൻ്റെ അടുത്ത് ചെന്ന് ആ വാതിൽ പിടിച്ചു വലിച്ച് തുറക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്ന് തന്നെയാണ് അവിടെ വലിയൊരു അലാറം മുഴങ്ങിയത്. അവൻ ആ ഡോറിൽ പിടിച്ച് തുറക്കാൻ ശ്രമിച്ചതാണ് അതിന് കാരണം. ഉടൻ തന്നെ അവൻ്റെ അടുത്തേക്ക് അവിടെയുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സ് എല്ലാം വരികയാണ്. അവനെ ഇടിച്ച് ബോധം കെടുത്തിയിട്ട് ആ 2 സെക്യൂരിറ്റി ഓഫീസേഴ്സ് അവനെ തൂക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. അങ്ങനെ രാത്രിയായി. എല്ലാവരും കിടന്നുറങ്ങിയപ്പോഴാണ് ക്രിസ് ടോയ്ലറ്റ് പോകാനായിട്ട് എഴുന്നേറ്റത്. ടോയ്ലറ്റിലേക്ക് പോകുന്ന വഴി ഒരു മൂങ്ങ ജനലിൻ്റെ അരികിലിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഒരു പ്രായമായ സ്ത്രീ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. വെർജിൻ വിൽ സെറ്റ് യു ഫ്രീ. ഇത് തന്നെ ആ സ്ത്രീ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ സ്ത്രീ തിരിഞ്ഞു വന്ന് ക്രിസിൻ്റെ അടുത്തേക്ക് ചാടി വീണ് അവനെ ആക്രമിക്കാൻ തുടങ്ങി. എന്തോ അവൻ്റെ ഭാഗ്യം, സ്റ്റാഫായിട്ടുള്ള സിന്ധിയ വന്ന് ആ സ്ത്രീക്ക് സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തുകയാണ്. ഇതേസമയം ജെയിംസ് ക്രിസിൻ്റെ അടുത്ത് വന്ന് അവനെ ശകാരിക്കുകയാണ്. ഈ ഒരു വയസ്സായ സ്ത്രീ പോലും ഒന്ന് തള്ളി മാറ്റാനായിട്ടുള്ള ശക്തി നിനക്കില്ലേ എന്ന് അയാൾ ദേഷ്യപ്പെട്ട് ക്രിസിനോട് ചോദിച്ചു. പിറ്റേ ദിവസം രാവിലെയായി. അക്ലോറിൻ്റെ ഓണറായിട്ടുള്ള എട്ടി അവരെല്ലാം കൂട്ടിക്കൊണ്ട് ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ മറ്റൊരു വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രായം അല്പം കൂടിയവരും സീരിയസ് കണ്ടീഷനിലായിരിക്കുന്നവരുമാണ് ആ വാർഡിലുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ എഡി ക്രിസിനോട് മാപ്പ് ചോദിക്കുകയാണ്. തലേ ദിവസം രാത്രി ആ സ്ത്രീ അവനെ ആക്രമിച്ചതാണ് അയാൾ മാപ്പ് ചോദിച്ചത്. ഈ ഒരു വാർഡ് ലോക്ക് ചെയ്യാൻ മറന്നതുകൊണ്ടാണ് ആ ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അങ്ങനെ എഡി ആ വാർഡിനെ കുറിച്ച് നല്ല രീതിയിൽ വിശദീകരിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ വാർഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പക്ഷേ ക്രിസ് മാത്രം ആ വാർഡിൽ നിൽക്കുകയാണ്. ക്രിസിന് ആ വാർഡിൽ തന്നെ കുറച്ചു നേരം നിൽക്കാനും തോന്നി. അപ്പോൾ എഡി ജെയിംസിനോട് പറഞ്ഞു ക്രിസിന് ഈ വാർഡിനെ കുറിച്ചെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. പക്ഷേ ജെയിംസിന് ക്രിസിനെ കാണുമ്പോൾ അവനോട് ദേഷ്യപ്പെട്ട് അവനെ കളിയാക്കി മാത്രം സംസാരിക്കാനാണ് തോന്നുന്നത്. ഇത് എഡി കണ്ടപ്പോൾ എഡി ജെയിംസിനെ ഒന്ന് ശാസിക്കുകയാണ്. അതിനുശേഷം ജെയിംസും ക്രിസും ഒരുമിച്ചാണ് ആ വാർഡിലെ കാര്യങ്ങളെല്ലാം ചെയ്തതും അവിടെയുള്ള ആൾക്കാരെല്ലാം സഹായിച്ചതും. പ്രായമായ ഒരാളെ അവർ രണ്ടുപേരും ചേർന്ന് ഒരു ബെഡിൽ കിടത്തുകയാണ്. അവരങ്ങനെ ആ പേഷ്യൻസിന് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ക്രിസ് നിന്നതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ബെഡിലെ ഒരു പേഷ്യൻ്റ് ക്രിസിൻ്റെ കയ്യിൽ കയറി കടിക്കുന്നത്. ആ ഒരു കടി കിട്ടിയതേ ക്രിസ് അവിടെ തന്നെ ബോധം കെട്ടി വീഴുകയാണ്. ബോധം വന്ന ക്രിസ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവനൊരു ഹോസ്പിറ്റലിലാണ്. അവൻ്റെ തൊട്ടരികിൽ നേഴ്സായിട്ട് നിൽക്കുന്നത് അവൻ്റെ സഹോദരിയായിട്ടുള്ള ലില്ലിയാണ്. ലില്ലിയെ കണ്ട സന്തോഷത്തിലാണ് ക്രിസ് ഇപ്പോൾ. ലില്ലി അവൻ്റെ അരികിലേക്ക് വരുംതോറും ലില്ലി നിൽക്കുന്ന ആ മുറിക്ക് ചുറ്റുമുള്ള ഭാഗം മൊത്തം ചോര പുരണ്ട രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. ഇത് കണ്ടപ്പോഴാണ് ക്രിസ് ഞെട്ടി എഴുന്നേറ്റത്. അവൻ ലില്ലിയെ കണ്ടതും അവനൊരു ആശുപത്രിയിലായിരുന്നതുമെല്ലാം അവൻ്റെ സ്വപ്നമായിരുന്നു. ക്രിസ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവൻ്റെ അരികിൽ ഇപ്പോൾ ഉള്ളത് മൈക്ക എന്ന ആ പെൺകുട്ടിയാണ്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് അവൻ്റെ അവസ്ഥയൊക്കെ പരിശോധിക്കുകയാണ്. അതിൻ്റെ കൂടെ മൈക്ക അവനോടൊരു കാര്യം പറഞ്ഞു. ഈ ഓൾഡ് ഏജ് ഹോമിലെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെല്ലാം ഈ പ്രായമായവരെ കന്നുകാലികൾ മാത്രമായിട്ടാണ് കാണുന്നത്. അതുപോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നതും. അങ്ങനെ അവൻ്റെ ചികിത്സയെല്ലാം കഴിയുന്നതിന് ശേഷം ക്രിസും മൈക്കയും ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അവരുടെ കൂടെയുള്ള ബാക്കി 2 പേരുമായിട്ട് അവർ അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രൂസ് ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ അടുത്ത് നിന്ന് ഇന്നലെ കൊണ്ടുപോയ ഡെന്നിയെ പറ്റിയുള്ള യാതൊരു വിവരവുമില്ല. അവനിപ്പോൾ എവിടെയാണെന്നോ എന്ത് ചെയ്തെന്നോ ഇവിടെ ആർക്കും അറിയത്തില്ല. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള സിന്ധി ആ വഴി നടന്നു വന്നത്. ബ്രൂസ് ഡെന്നിയെ പറ്റി സിന്ധിയോട് അന്വേഷിച്ചു.
ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് ഡെന്നിയെ തിരിച്ച് ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് സിന്ധ്യ അവരോട് പറഞ്ഞു. സിന്ധ്യ അങ്ങനെ തിരികെ പോയി കഴിഞ്ഞപ്പോഴാണ് ബ്രൂസ് ഒരു കാര്യം അവരോടെല്ലാം പറഞ്ഞത്. സിന്ധ്യ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറും കള്ളമാണ്. നമ്മൾ ഇന്നലെ നടന്നുപോയ ആ ഹാളിൽ വെച്ച് ഡെന്നിയുടെ ഇൻഹേലർ എനിക്ക് കിട്ടി. ഈ ഒരു ഇൻഹേലർ ഇല്ലാതെ അവൾ ഒരു ദിവസം പോലും മുൻപോട്ട് നീങ്ങാൻ കഴിയത്തില്ല. ഈ ഒരു ഇൻഹേലറിൻ്റെ സഹായമില്ലാതെ അവൾ ജീവിക്കാനും കഴിയത്തില്ല. അങ്ങനെ ഇവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സംശയത്തോടെ തന്നെ അവർ 4 പേരും ആലോചിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വൈകിട്ടായിരിക്കുകയാണ്. ബ്രൂസ് പ്രായമായ ഗ്രെറ്റയെ അവളുടെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് ഫിലിപ്പ് എന്ന പേരുള്ള മറ്റൊരു പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രായമായ ഇവർ 2 പേരും തമ്മിൽ എന്തെങ്കിലും പരസ്പരം സംസാരിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ബ്രൂസ് അങ്ങനെ ചെയ്തത്. അവരെ അവിടെ ഇരുത്തിയിട്ട് റൂമിലെ TV ഓണാക്കാനായിട്ട് ബ്രൂസ് ഒന്ന് തിരിയുകയാണ്. അപ്പോഴാണ് പ്രായമായ ആ ഫിലിപ്പ് അയാളുടെ കൈ ഉയർത്തി തിരിച്ചു മടക്കി ഒടിക്കുകയാണ്. തൊട്ടരികിലിരുന്ന ഗ്രേറ്റ ഒരുമാതിരി ഭയത്തോടെയായിരുന്നു ഇത് കണ്ടത്. എന്തോ ശബ്ദം കേട്ടിട്ട് ഒന്ന് ബ്രൂസ് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഫിലിപ്പ് അയാളുടെ കൈ പഴയ സ്ഥാനത്ത് തന്നെ വെക്കുകയാണ്. ഒരു അനക്കമില്ലാതെ കിടക്കുന്ന ഫിലിപ്പിൻ്റെ അടുത്തേക്ക് ബ്രൂസ് അയാൾക്ക് ശ്വാസമുണ്ടോ എന്ന് നോക്കുകയാണ്. ഒരു ഞെട്ടലോടെയായിരുന്നു ബ്രൂസ് ആ കാര്യം അറിഞ്ഞത്. അയാൾക്ക് ശ്വാസമില്ല, അയാൾ മരണപ്പെട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കി ബ്രൂസ് ഒന്ന് തിരിഞ്ഞപ്പോഴാണ് ഫിലിപ്പ് എന്ന ആ പ്രായമായ മനുഷ്യൻ ഞെട്ടി താഴേക്ക് വീണത്. അതിനുശേഷം ആ ഫിലിപ്പ് അയാളുടെ കൈയും കാലുമെല്ലാം തിരിച്ചു മടക്കി ഒടിക്കുകയാണ്. ഒരുമാതിരി വികൃതമായ രീതിയിൽ അയാളുടെ കൈയും കാലുമെല്ലാം ട്വിസ്റ്റ് ചെയ്യുകയാണ് അയാൾ. ഇയാൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇയാൾക്ക് വളരെയധികം വേദനയുണ്ട്. ആ വേദന കാരണം അയാൾ അലറി കരയുകയാണ്. ഇതൊക്കെ കണ്ടു നിന്ന ബ്രൂസ് നിലത്തങ്ങ് ഇരുന്നു പോയി. ഫിലിപ്പ് ഒരു പ്രേത സിനിമയിലെ ഗോസ്റ്റിനെ പോലെ തന്നെ ഒരുമാതിരി വികൃതമായ മുഖമായിട്ട് ബ്രൂസിൻ്റെ അരികിലേക്ക് ഇഴങ്ങി വരികയാണ്. ബ്രൂസ് ആണെങ്കിൽ ഫിലിപ്പിനെ പേടിച്ച് പുറകിലേക്ക് ഇഴങ്ങി പോകുന്നു. അങ്ങനെ അവസാനം ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ബ്രൂസ് പുറത്തേക്ക് ഇറങ്ങി ഓടി. പിറ്റേ ദിവസം രാവിലെ ബ്രൂസ് കാണുന്നത് ഫിലിപ്പിൻ്റെ ഡെഡ് ബോഡിയും എടുത്തുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് പോകുന്നതാണ്. ഇന്നലത്തെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഫിലിപ്പ് മരിച്ചിരുന്നു. ഫിലിപ്പിന് എന്ത് പറ്റിയതാണെന്ന് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരും. ഫിലിപ്പിന് എന്ത് പറ്റിയതാണെന്നും അയാളുടെ മരണകാരണം എന്തായിരിക്കുമെന്നും വേണ്ടപ്പെട്ട രീതിയിൽ ഞങ്ങൾ അന്വേഷിക്കുമെന്ന് എഡി അവരോടെല്ലാമായിട്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ബ്രൂസ് അവൻ ഇന്നലെ നേരിട്ട കാര്യങ്ങളെല്ലാം അവൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്. അതിനുശേഷം എഡി സ്റ്റാഫായിട്ടുള്ള ജെയിംസിനെയും ക്രിസിനെയും കൂട്ടിക്കൊണ്ട് പുറത്തുള്ള ആ ഒരു ഓപ്പൺ സ്പേസിലേക്ക് പോവുകയാണ്. എഡി അവൻ വളർത്തുന്ന അവൻ്റെ കയ്യിലുള്ള വിർജിൽ എന്ന ആ മൂങ്ങിയെ കാണിച്ചു കൊടുത്തു. ആ മൂങ്ങിയെ പറത്തു വിട്ടതിന് ശേഷം എഡി അവരോട് പറഞ്ഞു, ആൽക്കോവ് എന്ന് പറയുന്ന ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത് വിർജിൽ എന്ന് പറയുന്ന ഈ ഒരു മൂങ്ങയാണ്. ഇത് കണ്ടപ്പോഴാണ് ക്രിസ് ഒരു കാര്യം ഓർത്തത്. തലേദിവസം രാത്രി അവൻ കണ്ടതും ഈ മൂങ്ങയെ തന്നെയാണ്. ഈ ഓൾഡ് ഏജ് ഹോമിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ മൂങ്ങ കാണും. അതുകൊണ്ടാണ് അതിന് ഗേറ്റ് കീപ്പർ എന്ന് എഡി വിശേഷിപ്പിച്ചത്. ജെയിംസും ക്രിസും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടെന്നും അവർ നല്ല സൗഹൃദത്തിലല്ല മുൻപോട്ട് പോകുന്നതെന്ന് എഡിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സുഹൃത്തുക്കളാകാനായിട്ട് എഡി അവർ 2 പേരോടും പറഞ്ഞു. ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഓണറാണല്ലോ എഡി. അതുകൊണ്ട് എഡി പറഞ്ഞതുപോലെ തന്നെ 2 പേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അവർ കെട്ടിപ്പിടിക്കുമ്പോഴും അവർ പരസ്പരം ഉണ്ടായിരുന്ന ആ ദേഷ്യവും ആ ഒരു വെറുപ്പും അവർ തമ്മിൽ മറന്നിട്ടില്ല. അവർ കെട്ടിപ്പിടിച്ചപ്പോഴും 2 പേരും പരസ്പരം തെറി പറയുകയായിരുന്നു. അങ്ങനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ജെയിംസിൻ്റെ വഴിക്ക് പോയി. അപ്പോഴാണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത്. ക്രിസ് കെട്ടിപ്പിടിച്ചതിന് മറ്റൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ജെയിംസിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു താക്കോൽ അവൻ അതിനിടയിൽ മോഷ്ടിച്ചെടുക്കുകയായിരുന്നു. ആ ഒരു താക്കോല് ഓരോരുത്തരുടെയും കാലിൽ കെട്ടിയിരിക്കുന്ന ആ ബെൽറ്റ് അഴിക്കാനുള്ള ഒരു താക്കോലായിരുന്നു. അങ്ങനെ ആ ദിവസം രാത്രി തന്നെ ക്രിസ് അവൻ്റെ കാലിലുള്ള ആ ബെൽറ്റ് അഴിച്ചെടുക്കുകയാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കാലിലെ ബെൽറ്റും ഈ കീ ഉപയോഗിച്ച് അവൻ അഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് ചാടിപ്പോകാനുള്ള ഒരു ഉദ്ദേശമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നത്. അവിടെയുള്ള സ്റ്റാഫുകൾ ആരും അറിയാതെ കുറച്ചു നേരം അവർക്ക് സമയം ചെലവഴിക്കണം, അത് മാത്രമായിരുന്നു അവർ ഉദ്ദേശിച്ചത്. മൈക്കിയും ക്രിസും അങ്ങനെ അവിടെയുള്ള ഒരു പൂളിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവർ അവരുടേതായിട്ടുള്ള സമയം കണ്ടെത്തുന്നു. അവിടെയുള്ള ഓൾഡ് ഏജ് ഹോമിലെ മറ്റൊരു മുറിയിൽ അവർ 2 പേരും കയറി അവർ പരസ്പരം അങ്ങനെ അവരുടെ സമയം ചെലവഴിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ക്രിസ് ഉണർന്നെഴുന്നേറ്റപ്പോൾ അവൻ കണ്ടത് അവൻ്റെ തൊട്ടടുത്ത് പ്രായമായ ഒരു സ്ത്രീ കിടക്കുന്നതാണ്. തലേ ദിവസം രാത്രി അവൻ്റെ കൂടെ കിടന്നത് മൈക്കയായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പ്രായമായ സ്ത്രീ. ആ കട്ടിലിൽ നിന്ന് ഒന്ന് വെപ്രാളപ്പെട്ടാണ് അവന് ഉണർന്നെഴുന്നേറ്റത്. പക്ഷേ അത് മൈക്ക കാണിച്ച ഒരു പ്രായമായിരുന്നു. മൈക്കയാണ് പ്രായമായ സ്ത്രീയെ അവൻ്റെ കൂടെ കിടത്തിയത്. അങ്ങനെ അവരുടെ കാലിൽ നിന്നഴിച്ച ആ ഒരു ബെൽറ്റ് അവർ തിരികെ അവരുടെ കാലിൽ തന്നെ വെച്ചതിന് ശേഷം അവർ അവരുടെ വർക്കിനായിട്ട് കൂടെയുള്ളവരുടെ കൂടെ പോവുകയാണ്. അവർ ഇങ്ങനെ തലേ ദിവസം രാത്രി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം പരസ്പരം സന്തോഷത്തോടെ ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അകലെ ഗ്രേറ്റ ഒരു പേപ്പർ വെച്ച് ഒരു ഗെയിം കളിക്കുന്നത് ക്രിസ് ശ്രദ്ധിച്ചത്. ഇത് കണ്ടപ്പോഴേ ക്രിസിന് ആദ്യമേ ഓർമ്മ വന്നത് അവൻ്റെ സഹോദരിയായിട്ടുള്ള ലില്ലിയാണ്. ക്രിസ് അങ്ങനെ ഗ്രേറ്റയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ലില്ലിയെ പരിചയമുണ്ടോ എന്ന് അവൻ ചോദിച്ചു.
പക്ഷേ ഗ്രെറ്റയൊന്നും മറുപടി അവനോട് പറയുന്നില്ലായിരുന്നു. അതിന് പകരമായിട്ട് അവളുടെ കയ്യിലിരുന്ന ആ ഒരു പേപ്പർ കൊണ്ടുള്ള ഗെയിം ക്രിസിന് അവൾ കൈമാറുകയാണ്. ആ ഒരു പേപ്പർ അവന് ഗിഫ്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ഗ്രെറ്റ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അവൻ എന്ത് ചെയ്തിട്ടും അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിടുന്നില്ല. ഈ സമയം സിന്ധിയും ബാക്കിയുള്ള സ്റ്റാഫും ഗ്രെറ്റയുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ സെഡേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ആ ഒരു സ്ഥലത്ത് നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ക്രിസിന് ഇതൊക്കെ കണ്ടിട്ട് ഗ്രെറ്റ എന്ന സ്ത്രീക്ക് എന്താണ് പറ്റിയതെന്ന് ആലോചിക്കുകയാണ്. ക്രിസ് തിരികെ അവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു. തലേ ദിവസം രാത്രി അവർ ആ പൂളിൽ വെച്ച് അവർ ആഘോഷിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ആർക്കും ഓർമ്മയില്ല. അപ്പോഴാണ് ക്രിസ് കമീലയുടെ കഴുത്തിൽ ഒരു മാർക്ക് കണ്ടത്. തലേ ദിവസം രാത്രി കമീലയും ബ്രൂസും ഒക്കെ ആ പൂളിൽ നിന്ന് കയറിയതിനു ശേഷം അവർ രണ്ടുപേരെയും ആരോ ചേർന്ന് സെഡേറ്റ് ചെയ്തു. അതിൻ്റെ ഒരു പാടാണ് അവരുടെ ആ കഴുത്തിൽ കണ്ടത്. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള കാര്യമൊന്നും അവർ ഓർക്കാത്തത്. ഇതുകൂടെ കണ്ടപ്പോൾ ക്രിസിന് നന്നായിട്ട് സംശയം തോന്നി. ആ ദിവസം രാത്രി ക്രിസ് ഉറങ്ങാൻ നോക്കിയിട്ടും അവൻ ഉറങ്ങാൻ പറ്റിയില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്രേറ്റ എന്ന ആ പ്രായമായ സ്ത്രീ തന്ന ആ ഒരു പേപ്പർ ഗെയിം അവനെടുത്ത് നോക്കിയത്. അതിലൊരു ഭാഗം തുറന്നു നോക്കിയപ്പോഴാണ് അവന് മനസ്സിലായത് അതിൽ ഹെൽപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രെറ്റ എന്ന സ്ത്രീ അവനോട് സഹായമായിരുന്നു ചോദിച്ചത്. ഇതുകൂടെ കണ്ടപ്പോൾ ക്രിസിൻ്റെ സമാധാനം അങ്ങ് പോയി. അവൻ എഴുന്നേറ്റ് ചെന്ന് ഗ്രേറ്റ കിടക്കുന്ന വാർഡിനടുത്തേക്ക് ചെല്ലുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന ഗ്രേറ്റയെ അവൻ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ ഹൈ ഡോസുള്ള സെഡേറ്റീവാണ് അവളെ കുത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് ആ മുറിയിലേക്ക് ആരൊക്കെയോ കയറി വരുന്ന ഒരു ശബ്ദം അവൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് തന്നെ അവിടെ കിടന്ന കട്ടിലിൻ്റെ അടിയിലേക്ക് അവൻ കയറി ഒളിക്കുകയാണ്. ആ മുറിയിലേക്ക് കയറി വന്നത് മറ്റാരുമല്ല, സിന്ധിയും ജെയിംസുമാണ്. മയങ്ങിക്കിടക്കുന്ന ഗ്രറ്റയുടെ ദേഹത്ത് പിന്നീടും അവർ മരുന്ന് കുത്തിവെക്കുകയാണ്. ഗ്രറ്റ ഇനിയും എഴുന്നേൽക്കുകയാണെങ്കിൽ അവൾ പിന്നീടും കൂടുതൽ ക്ഷീണിതയാകാനാണ് അവർ അങ്ങനെ ചെയ്തത്. ജെയിംസും സിന്ധിയും ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്താണ് ഗ്രറ്റയുടെ കൈ ആ കട്ടിലിൽ നിന്ന് ഒന്ന് വഴി താഴേക്ക് വന്നത്. ഇത് കണ്ടപ്പോൾ കട്ടിലിനടിയിലുള്ള ക്രിസ് ഒന്ന് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇറങ്ങിപ്പോകാൻ നിന്ന ജെയിംസും സിന്ധിയും സംശയത്തോടെ ഒന്ന് ആ വാതിൽക്കൽ നിൽക്കുകയാണ്. പിന്നീട് ആ കേട്ട ശബ്ദം കാര്യമാക്കാതെ അവർ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. ക്രിസ് അതിനുശേഷം ആ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഗ്രറ്റയുടെ ആ ഒരു മുടി മാറ്റി നോക്കുമ്പോൾ ചെവിയുടെ പുറകിൽ ലില്ലിയുടെ ചെവിയിലുണ്ടായിരുന്ന അതേ ടാറ്റ് തന്നെ അവിടെ ഉണ്ട്. അതായത് ഗ്രേറ്റ എന്ന ഈ പ്രായമായ സ്ത്രീ ശരിക്കും അവൻ്റെ സഹോദരി ലില്ലി തന്നെയാണ്. അവനിവിടെ വന്നപ്പോൾ തൊട്ട് അവൻ്റെ സഹോദരി പല രീതിയിൽ അവന് സിഗ്നൽ തരികയായിരുന്നു. ആദ്യമേ ക്രിസ് ഇവിടെ വന്നപ്പോൾ ഗ്രേറ്റയെ കാണുമ്പോൾ അവളുടെ കയ്യിൽ ഒരു ലില്ലി പുഷ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു പേപ്പർ ഗെയിമും കാണിച്ച് ഇവനെ പല രീതിയിൽ ഞാൻ ലില്ലിയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ക്രിസിന് മനസ്സിലായില്ല. ഇതറിഞ്ഞ ക്രിസ് ശരിക്കും ഞെട്ടിപ്പോവുകയായിരുന്നു. തൻ്റെ സഹോദരി ലില്ലിയായിരുന്നു ഇത്രയും നാളും തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ക്രിസ് പെട്ടെന്ന് തന്നെ ആ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങി ഓടിപ്പോൾ അതാ ജെയിംസ് അവിടെ നിൽക്കുന്നു. ജെയിംസ് ഒന്നും നോക്കാതെ തന്നെ ക്രിസിൻ്റെ മുഖത്തടിച്ച് അവനെ ബോധം കെടുത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ മെസ് ഹോളിലിരുന്ന് കഴിക്കുന്ന കമീലയും മൈക്കും ബ്രൂസും ഒക്കെ ക്രിസിനെ കാണാത്തതിലുള്ള സങ്കടത്തിലാണ്. ഇന്നലെ രാത്രി തൊട്ടാണ് അവനെ കാണാതായിരിക്കുന്നത്. ക്രിസിനെ കാണുന്നില്ല എന്ന കാര്യം മനസ്സിലായപ്പോൾ ഇവിടെ മനസ്സിൽ ആദ്യമേ ഓടി വന്നത് ഡെന്നിനെ അവർ പിടിച്ചുകൊണ്ടുപോയതും പിന്നീട് അവനെ കാണാതായ കാര്യവുമാണ്. ഇതുകൂടെ ആയപ്പോൾ ഇവർക്കും മനസ്സിൽ ഭയങ്കരമായിട്ട് സംശയം തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ അന്വേഷിക്കണം. അതിനുവേണ്ടി അവർ 3 പേരും അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിനുവേണ്ടി മൈക്കയും ബ്രൂസും ജെയിംസിൻ്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. കമീല ആകട്ടെ പുറത്തുനിന്ന് ജെയിംസ് കയറാത്ത രീതിയിൽ അവനെ പല കാര്യങ്ങൾ പറഞ്ഞ് അവനെ തടഞ്ഞു നിർത്തുകയാണ്. ഓഫീസിൽ കയറിയ ബ്രൂസ് ജെയിംസിൻ്റെ ആ ഒരു ടേബിള് ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് തുറക്കുകയാണ്. അപ്പോൾ അവൻ കണ്ടത് ഒരു വ്യത്യസ്തമായ മെഷീൻ്റെ, അവൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മെഷീൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. അതുപോലെ മറ്റൊരു ഫയൽ അവൻ എടുത്തു നോക്കിയപ്പോൾ അതിൽ അവൻ്റെ ലിസ്റ്റും അവൻ്റെ ആ പേരും എഴുതിയിരിക്കുന്നത് കണ്ടു. ബ്രൂസ് ഒരു ഏകാന്ത തടവിൽ, അതായത് സോളിറ്ററിയിലാണെന്നാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് അവർ അർത്ഥമാക്കിയതെന്ന് ബ്രൂസിന് മനസ്സിലായില്ല. ഇതേ സമയം പുറത്ത് ജെയിംസ് കമീലയുടെ ഈ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ ഓഫീസിലേക്ക് കയറി വരാൻ തുടങ്ങുകയാണ്. പക്ഷേ ബ്രൂസും മൈക്കയും അവിടെ ഉണ്ടായിരുന്ന ടേബിളിന് പുറകിലേക്ക് ഒളിച്ചിരിക്കുകയായിരുന്നു. അവരുടെ എന്തോ ഭാഗ്യത്തിന് ജെയിംസ് അധികം നേരം ആ ഓഫീസിൽ നിന്നില്ല. അങ്ങനെ മൈക്കയും ബ്രൂസും ജെയിംസിൻ്റെ ഓഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. പുറത്തേക്ക് ഇറങ്ങിയ ബ്രൂസ് അകത്തുണ്ടായിരുന്ന ആ ഓഫീസിലെ പേപ്പറിൽ കണ്ട കാര്യങ്ങളെല്ലാം കമീലയോട് പറയാനായിട്ട് അവളുടെ പുറകെ വരികയായിരുന്നു. പക്ഷേ ജെയിംസ് പെട്ടെന്ന് തന്നെ അവൻ്റെ കുറുകെ വന്ന് നിന്ന് അവനെ തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം അവൻ്റെ കയ്യിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കൊടുത്തിട്ട് പറഞ്ഞു അകത്ത് കേടുപറ്റിയ ആ ഒരു എയർ വെൻറ്റ് ശരിയാക്കാനായിട്ട്. അങ്ങനെ ആ ഒരു വെൻറ്റ് ശരിയാക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഏണിയിൽ അവൻ കയറുകയാണ്. ഈ സമയത്താണ് അതുവഴി നടന്നുപോയ സിന്ധിയെ ഒരു പേഷ്യൻ്റ് ചാടി കയറി ആക്രമിക്കുന്നത്. ഇത് കണ്ട അവരുടെ മറ്റൊരു സ്റ്റാഫായിട്ടുള്ള ഡേവിഡ്
ആ ഒരു പേഷ്യൻറ്റിനെ അവളുടെ അടുത്ത് നിന്ന് തള്ളി മാറ്റുകയാണ്. ആ ഒരു പേഷ്യൻറ്റിനെ തള്ളി മാറ്റുന്നതിനിടയിൽ ആ പേഷ്യൻറ്റിനെ തള്ളിക്കൊണ്ട് ബ്രൂസ് നിന്നിരുന്ന ആ ഒരു ലാഡറിലേക്ക് ഡേവിഡ് തള്ളിവിടുകയാണ്. അങ്ങനെ ആ ഒരു ഏണി താഴേക്ക് വീണ് ബ്രൂസും തലയടിച്ച് തന്നെ താഴേക്ക് വീഴുകയാണ്. അവിടെ കൂടിയിരുന്ന സ്റ്റാഫും ആൾക്കാരുമെല്ലാം ബോധം പോയ ബ്രൂസിനെ ഒരു സ്ട്രെച്ചറിൽ കയറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയത്ത് തന്നെയാണ് കാണാതെ പോയ ക്രിസിനെ നമുക്ക് കാണിക്കുന്നത്. ക്രിസ് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവനിപ്പോൾ ഒരു ലാബിലാണ്. അവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കസാരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം മാത്രം അല്പം പ്രായം കൂടിയവരെ പോലെ ചുക്കി ചുളുങ്ങിയിരിക്കുകയാണ്. അതായത് അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം വളരെ പ്രായമായിരിക്കുകയാണ്. ക്രിസിനെ പോലെ തന്നെ അവിടെയുള്ളൊരു കസേരയിൽ 3-4 പേരെയും അവർ കെട്ടിയിട്ടിരിക്കുകയാണ്. ജെയിംസ് എന്ന അവരുടെ ആ ഒരു സ്റ്റാഫ് അവരിപ്പോഴുള്ള ആ ലാബിൽ തന്നെയുണ്ട്. ജെയിംസ് ആ ലാബിൽ എന്തൊക്കെയോ കെമിക്കൽ ഉണ്ടാക്കുന്ന ഒരു ജോലിയിലാണ്. ക്രിസ് അങ്ങനെ ആ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ആ ലാബിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ആ മുറിക്ക് വെളിയിൽ ഇറങ്ങുന്നതിന് വേണ്ടി ആ വാതിലിനടുത്തുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ഒരു കോഡ് അടിക്കുന്നത്. ക്രിസ് ആണെങ്കിൽ തൊട്ടടുത്തിരുന്ന് തന്നെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സെക്യൂരിറ്റി കോഡ് അടിച്ചു വേണം ഈ മുറിക്ക് വെളിയിൽ ഇറങ്ങാനെന്ന് അവന് മനസ്സിലായി. ആ ഒരു ലാബിലുള്ള ഒരു സ്റ്റാഫും അവനെ നോക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ക്രിസ് അവൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് എങ്ങനെയൊക്കെയോ അഴിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ അമേരിക്കയിലെ മറ്റൊരു നഗരത്തിൽ എഡി എന്ന അക്ലോവിൻ്റെ ആ ഉടമ ഫിൻ എന്ന US ജനറലിനെ അവിടെയുള്ള ഒരു ബർഗർ ഔട്ട്ലെറ്റിൽ വെച്ച് കാണുകയാണ്. ഫിന്ന് അമേരിക്കയിലെ ഇപ്പോഴത്തെ ജനറലാണ്. അതുമാത്രമല്ല, അവരിപ്പോൾ ഇരിക്കുന്ന ആ ഒരു ബർഗർ ഔട്ട്ലെറ്റും അതുപോലുള്ള പല ബർഗർ ഔട്ട്ലെറ്റും ഫിന്നിൻ്റെ പേരിൽ ഫിന്നിൻ്റെ ഉടമസ്ഥതയിലുള്ള കടകളാണ്. ഫിന്നിൻ്റെ ആ ഒരു ബർഗർ ഔട്ട്ലെറ്റ് US എല്ലാ നഗരങ്ങളിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബർഗർ ഔട്ട്ലെറ്റാണ്. വളരെ വില കുറഞ്ഞ നല്ല സ്വാദുള്ള ബർഗറാണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഈ ഒരു ബർഗറിന് വളരെയധികം സ്വീകാര്യതയാണ് ഉള്ളത്. പക്ഷേ അവരുടെ ആ ബർഗർ ഔട്ട്ലെറ്റിന് അവരുടെ ആ ഒരു ബർഗറിന് പിന്നിലുള്ള വിജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് അക്ലോ എന്ന ആ ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അക്ലോവിലെ പ്രായമായവരെ കൊന്നുകളഞ്ഞ് അവരുടെ മാംസം വെച്ചാണ് യഥാർത്ഥത്തിൽ ഈ ബർഗർ ഉണ്ടാക്കുന്നത്. ഇതാണ് ഫിന്നിൻ്റെ ആ കമ്പനിയുടെ വിജയരഹസ്യം. അപ്പോൾ ശരിക്കും ആ ഒരു ഓൾഡ് ഏജ് ഹോമിൻ്റെ മറവിൽ ഇത്രയും വലിയ ക്രൂരത കാണിച്ച് അയാളുടെ ബിസിനസ്സും സ്ഥാപനവും ഉയർത്തിയെടുക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫിൻ ഇപ്പോഴും വിചാരിക്കുന്നത് അക്ലോ എന്ന ആ ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരെല്ലാം തന്നെ അമേരിക്കക്കാരല്ല, അവർ അഭയാർത്ഥികളായിട്ട് വന്നവരാണ്. അതുകൊണ്ട് അവർ ഇതുപോലത്തെ മരണവും ഇതുപോലത്തെ ക്രൂരതയും അർഹിക്കുന്നവരാണ്. ഇതായിരുന്നു ഫിൻ അവൻ ചെയ്യുന്ന ഈ ഒരു ക്രൂരകൃത്യത്തിന് കണ്ടെത്തിയ ന്യായം. ഇതേ സമയം ആ ലാബിലുള്ള ക്രിസ് അവനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ബെൽറ്റൊക്കെ അഴിച്ച് എങ്ങനെയൊക്കെയോ വാതിലിൻ്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ആ ഒരു സെക്യൂരിറ്റി ലോക്ക് തുറക്കണമെങ്കിൽ അതിൻ്റെ പാസ്വേഡ് അറിയണം. അത് നമ്മുടെ ക്രിസിന് അറിയത്തില്ല. അപ്പോഴാണ് ക്രിസ് അന്നൊരു ദിവസം രാത്രിയിൽ പ്രായമായ ഒരു സ്ത്രീയെ കണ്ട കാര്യം അവൻ ഓർത്തത്. ആ സ്ത്രീ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു വിർജിൽ വിൽ സെറ്റ് യു ഫ്രീ എന്ന ആ ഒരു വാചകങ്ങൾ. വിർജിൽ എന്ന് പറയുന്നത് എഡി എന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയുടെ ആ ഒരു മൂങ്ങയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു മൂങ്ങ തന്നെയാണ് അത്. ക്രിസ് അതുകൊണ്ട് ഒന്നും നോക്കാതെ വിർജിൽ എന്ന് അതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തു. അങ്ങനെ ആ പാസ്വേഡ് ശരിയായി അതിൻ്റെ വാതിൽ തുറക്കുകയാണ്. ക്രിസ് ഉടൻ തന്നെ ആ ഒരു ലാബിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ക്രിസ് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് ജെയിംസ് ഒരു ജനലിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു. ജെയിംസ് ഉടൻ തന്നെ വോക്കി ടോക്കിയിലൂടെ ഡേവിഡിനെയും സിന്ധിയും വിളിച്ചു പറഞ്ഞ് ക്രിസ് വെളിയിലേക്ക് ചാടിയ കാര്യം പറയുകയാണ്. സിന്ധിയും ഡേവിഡും ഈ സമയത്ത് ബോധം പോയ ബ്രൂസിനെ സെഡേറ്റ് ചെയ്യാൻ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ജെയിംസിൽ നിന്ന് ഇങ്ങനൊരു കോൾ വന്നത്. അവർ പെട്ടെന്ന് തന്നെ ക്രിസിനെ പിടിക്കുന്നതിനായിട്ട് വെളിയിലേക്ക് ഇറങ്ങിയോടി. പക്ഷേ ബോധം പോയി കിടന്ന ബ്രൂസിന് യഥാർത്ഥത്തിൽ ബോധം പോയിട്ടില്ലായിരുന്നു. അവൻ അവരുടെ മുൻപിൽ അഭിനയിക്കുകയായിരുന്നു. ഉണർന്നെഴുന്നേറ്റ ബ്രൂസ് നോക്കുമ്പോൾ സിന്ധിയും ഡേവിഡും അവിടെയില്ല. അവിടെയുള്ള ഒരു മേശയുടെ മുകളിൽ ഡേവിഡ് അവൻ്റെ താക്കോല് മറന്നു വെച്ചിരിക്കുന്നു. ഇതേ സമയം ക്രിസ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അവൻ പരമാവധി വേഗത്തിൽ ഓടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശരീരത്തിന് വളരെയധികം ക്ഷീണമായതുകൊണ്ട് അവന് മുൻപിലേക്ക് ഓടാൻ കഴിയുന്നില്ല. ക്രിസ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഓടി മറ്റൊരു മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ കയറി ചെന്നപ്പോഴാണ് അവനത് കണ്ടത്. ആ ഒരു വലിയ സ്ഥാപനത്തിലെ വലിയൊരു ഫാക്ടറി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ക്രിസിനും എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ് അവർ പിടിച്ചുകൊണ്ടുവന്ന അവരെ എല്ലാവരെയും അവർക്ക് പ്രത്യേക മരുന്നുകൾ നൽകി അവരെ വയസ്സന്മാരാക്കിയിട്ട് ഫിന്നിൻ്റെ ബർഗർ കമ്പനിക്കുള്ള മീറ്റായിട്ട് ഉപയോഗിക്കുക എന്നതായിരുന്നു ഈ ഫാക്ടറിയിൽ അവർ വെച്ച് ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് അവനങ്ങനെ മനസ്സിലായി. മനുഷ്യന്മാരുടെ മാംസവും അവരുടെ എല്ലുകളുമെല്ലാം അവിടെ ഓരോ ഭാഗത്ത് തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. മരണപ്പെട്ട ഓരോരുത്തരുടെയും ബോഡി അവിടെയുള്ള ഒരു ബാഗിൽ കെട്ടിവെച്ച് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുകൂടെ കണ്ടപ്പോൾ ക്രിസ് ശരിക്കും പേടിച്ചുപോയി. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ചെന്നത് മൈക്കയുടെ അടുത്തേക്കായിരുന്നു. അതിനുശേഷം മൈക്കയോട് അവൻ കണ്ട കാര്യങ്ങളും അവൻ നേരിട്ട കാര്യങ്ങളുമെല്ലാം തുറന്നു പറഞ്ഞു. അവരങ്ങനെ അവിടെ നിന്നപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ജെയിംസ് ഓടി വന്നത്. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ക്രിസിൻ്റെ കഴുത്തിലേക്ക്
മൈക്ക ഒരു ഇഞ്ചക്ഷൻ കുത്തുകയാണ്. ക്രിസ് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. അതായത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മൈക്ക എന്ന പെൺകുട്ടി ആക്ലോ എന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അതായത് ജെയിംസിനെ പോലെ തന്നെയുള്ള ഒരു സ്റ്റാഫാണ് മൈക്ക. ഇവിടെയുള്ള ആൾക്കാരെയും ഓരോ അഭയാർത്ഥികൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരെ നിരീക്ഷിക്കുകയായിരുന്നു അവൾക്ക് കിട്ടിയ ജോലി. അങ്ങനെ സെലേഷനൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്ന് ക്രിസ് നോക്കുമ്പോൾ കാണുന്നത് മൈക്കിയും എഡിയും അവൻ്റെ മുൻപിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതാണ്. അക്ലോവിൽ വർക്ക് ചെയ്യുന്ന ഓരോ അഭയാർത്ഥികൾക്കിടയിൽ ഒരു സ്പൈ ആയിട്ടായിരുന്നു അവൾ വർക്ക് ചെയ്തത്. എഡി അങ്ങനെ അവൻ്റെ ഉദ്ദേശം എന്താണെന്നും ഈ ഒരു വൃദ്ധസദനം കൊണ്ട് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്രിസിനോട് തുറന്നു പറഞ്ഞു. അവന് ഈ രാജ്യത്ത് അമേരിക്കക്കാർ മാത്രം മതി. അഭയാർത്ഥികളായിട്ട് വന്നവരെല്ലാവരും വെറും രണ്ടാം തരക്കാരാണ്. അവരെ ആർക്കും തന്നെ ഈ രാജ്യത്തിന് ആവശ്യമില്ല, എഡി ഇങ്ങനെ പറഞ്ഞു. ക്രിസിന് ആ സെഡേറ്റീവ് കാരണം അവൻ്റെ ബോധം പോകുന്നത് പോലെ പിന്നീടും തോന്നി. പക്ഷേ അതിനു മുൻപായിട്ട് അവൻ എഡിയോട് ഒരു കാര്യം ചോദിച്ചു. തൻ്റെ സഹോദരിയായിട്ടുള്ള ലിലിയെ എന്താണ് ചെയ്തത്? അവൻ്റെ ആ ചോദ്യത്തിന് പക്ഷേ മൈക്കയായിരുന്നു ഉത്തരം പറയുന്നത്. അവൾ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസിനോട് തുറന്നു പറയുകയാണ്. ഇമിഗ്രൻസ് ആയിട്ട് വന്ന ഇവരെല്ലാവരുടെയും ദേഹത്ത് ഞങ്ങളൊരു പ്രത്യേക മരുന്ന് ഇഞ്ചെക്ട് ചെയ്യും. ആ ഒരു മരുന്നിൻ്റെ ഉപയോഗം എന്നാൽ അവരുടെ ഫ്ലഷ് അല്ലെങ്കിൽ മാംസം വളരെ സോഫ്റ്റ് ആക്കുന്ന തരത്തിലുള്ള ഒരു മരുന്നാണത്. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ മാംസമാണ് ഫിന്നിൻ്റെ ബർഗർ കമ്പനി അവരുടെ മീറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന് വളരെ ഡിമാൻഡും. പക്ഷേ ഈ ഒരു ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റാണ് അവർക്ക് പെട്ടെന്ന് വയസ്സ് കൂടുന്നത്. പക്ഷേ ഈ ഒരു സൈഡ് എഫക്റ്റും ഞങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. വയസ്സായതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് പറ്റിയാലും ആരും തന്നെ ചോദിക്കാൻ വരത്തില്ല. അങ്ങനെ ഈ ഒരു പ്രോസസ്സിൻ്റെ അവസാന സ്റ്റേജിലെത്തിയ പ്രായമായ മനുഷ്യനായിരുന്നു ഫിലിപ്പ്. ഈ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് കാരണമാണ് അങ്ങനെ വിരൂപമായിട്ട് തന്നെ അവൻ മരണപ്പെട്ടത്. മരണപ്പെട്ട അവൻ്റെ ആ ഒരു ശരീരവും മീറ്റിന് വേണ്ടിയുള്ള ഈ ഒരു പ്രോസസ്സിന് തന്നെ അവർ ഉപയോഗിക്കുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെ കമീലിയ അവളുടെ മുറിയിൽ തൻ്റെ കൂട്ടുകാർക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. മുറിയിലിരിക്കുന്ന കമീലിയ അവളുടെ കാലിലുള്ള ആ ബെൽറ്റ് അഴിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ്. ഇതേ സമയത്താണ് അവളുടെ മുറിയിലെ വെന്റിലൂടെ ബ്രൂസ് അവന് കിട്ടിയ ആ താക്കോലുകൾ ഇട്ടുകൊടുത്തത്. കമീലിയ അങ്ങനെ ആ താക്കോൽ ഉപയോഗിച്ച് അവളുടെ കാലിലെ ബെൽറ്റ് ഊരിയെടുക്കുകയാണ്. അതിനുശേഷം അവൾ ആദ്യമേ ചെന്ന് നോക്കിയത് അവർ കഴിക്കാറുള്ള ആ ഒരു മെസ് ഹാളിലുള്ള ആ ഒരു ഡാർക്ക് ഗ്ലാസ് ആണ്. ഡെന്നി പണ്ട് പറഞ്ഞതുപോലെ അതിന് പുറകിൽ നിന്നാണ് ആൾക്കാർ ഇവരെല്ലാം വീക്ഷിക്കുന്നതെന്ന് അവളും വിചാരിച്ചിരുന്നു. അതറിയുന്നതിന് വേണ്ടി ഒരു കസാര എടുത്തിട്ട് ആ ഗ്ലാസ്സിന് നേരെ വലിച്ചെറിഞ്ഞിട്ട് ആ ഗ്ലാസ് പൊട്ടിക്കുകയാണ്. ഡെന്നി അവരോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. അതിനു പുറകിൽ കുറേ മോണിറ്ററും CCTV ക്യാമറയും ഒരു കൺട്രോൾ റൂം പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവർ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. കമീലിയ ഒരു ഞെട്ടലോടെ ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ജെയിംസ് അവളുടെ വായ പൊത്തി അവളെ വലിച്ചിഴച്ചു കൊണ്ട് പോകുന്നത്. അങ്ങനെ അവളുടെ കഴുത്തിലും ആ ഒരു സെഡേഷൻ കൊടുത്ത് അവളെയും ബോധം കെടുത്തുകയാണ്. കമീലിയ ഉണർന്നെഴുന്നേറ്റപ്പോൾ അവളും ഇപ്പോൾ ക്രിസ് ഇരിക്കുന്ന അതേ വാർഡിൽ തന്നെയാണ്. രണ്ടുപേർക്കും ഇപ്പോൾ ഏറെക്കുറെ പ്രായമായി വരികയാണ്. അവരുടെ മുഖത്തിൻ്റെ പകുതി ഭാഗം ചുളുങ്ങിയിരിക്കുകയാണ്. അവരിയ്ക്കുന്ന ആ ഒരു മുറിയിൽ അവിടുത്തെ TV-യിൽ ഇതിൻ്റെ എല്ലാം സൂത്രധാരനായിട്ടുള്ള ഫിന്നിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോകുന്നത് അവർ ശ്രദ്ധിച്ചു. ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ള ഫിന്നിനെ ജനങ്ങളുടെ മുൻപിൽ അവനെ തുറന്നു കാണിക്കണമെന്ന് അവർ അങ്ങനെ വിചാരിക്കുകയാണ്. അതിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അവർ വെളിയിലിറങ്ങണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ ക്രിസ് ലില്ലിയുള്ള ആ ഒരു വാർഡും കണ്ടുപിടിച്ചിരുന്നു. അങ്ങനെ ക്രിസ് ലില്ലിയുടെ അടുത്ത് ചെന്ന് അവളെയും ആശ്വസിപ്പിക്കുകയാണ്. തൻ്റെ സഹോദരിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ക്രിസ് ഇപ്പോൾ. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വെളിയിലിറങ്ങുമെന്ന് ക്രിസ് ലില്ലിയോട് പറഞ്ഞു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ജെയിംസും സിന്ധിയും മൈക്കയും അവിടെയുള്ള ആ പേഷ്യൻസിനെ പിന്നെയും സെഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ മരുന്നുകളുമായിട്ട് ആ മുറിയിലേക്ക് വരികയാണ്. അവർ വന്നത് കണ്ടപ്പോൾ കമീല പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന ആ മരുന്നിൻ്റെ പാത്രം തട്ടിക്കളയുകയാണ്. ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന ബാക്കി എല്ലാ പേഷ്യൻസും തന്നെ എഴുന്നേറ്റ് വരികയാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ പേഷ്യൻസിനും ആ വാർഡിലുള്ള എല്ലാവർക്കും അറിയാം. അവരുടെ ഉദ്ദേശവും അവരുടെ കാര്യങ്ങളുമെല്ലാം ക്രിസ് നേരത്തെ തന്നെ ഇവർക്ക് വ്യക്തമാക്കി കൊടുത്തിരുന്നു. അവർ 3 പേരെ അവർ ചേർന്ന് വളയുകയാണ്. ആ 3 പേരെയും അവിടെ വെച്ച് തന്നെ അവർ വളഞ്ഞാക്രമിക്കുകയാണ്. ഈ ഒരു സമയം ക്രിസ് ആ വാർഡിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോഴാണ് ഡേവിഡ് എന്ന അവരുടെ മറ്റൊരു സ്റ്റാഫ് ക്രിസിന് നേരെ ചാടി വന്നത്. ഡേവിഡ് ക്രിസിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും ക്രിസ് അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിൽ തുറന്ന് ഡേവിഡിന് മുകളിലേക്ക് എടുത്തു ചാടുകയാണ്. ക്രിസ് അവൻ്റെ പുറത്തിരുന്ന് അവനെ ഇടിച്ച് താഴെ ഇടാൻ നോക്കുന്നുണ്ടെങ്കിലും ഡേവിഡിന് അല്പം ശക്തി കൂടുതലായതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് തന്നെ അവൻ്റെ പുറത്തു നിന്ന് ക്രിസിനെ എടുത്ത് താഴേക്ക് ഇടുകയാണ്. ക്രിസിനെ നിലത്തേക്ക് വലിച്ചിഴിച്ച് ഇടിച്ചൊരു പരുവത്തിലാക്കാൻ നോക്കുകയാണ് ഡേവിഡ്. ഇതേ സമയം ആ വാർഡിൻ്റെ വെന്റിലൂടെ ഇഴങ്ങി വരികയായിരുന്നു ബ്രൂസ്. അതിൻ്റെ ചെറിയ പൊത്തിലൂടെ അവൻ നോക്കിയപ്പോൾ അവൻ കണ്ടത് ഡേവിഡ് ക്രിസിൻ്റെ കഴുത്തിന് പിടിച്ച് അവനെ കൊല്ലാൻ നോക്കുന്നതാണ്. ബ്രൂസ് ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് ആ വാർഡിലേക്ക് എടുത്തു ചാടി ഡേവിഡിനെ ഇടിച്ച് കീഴടക്കുകയാണ്.
അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വള്ളി ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ മുറുക്കി കെട്ടി അവനെ അവിടെ വെച്ച് തന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. ഇതേ സമയം വാർഡിലെ പേഷ്യൻസ് എല്ലാം ആ സ്റ്റാഫുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. ഇതേ സമയം തന്നെ ആ വാർഡിലെ അലാറം പെട്ടെന്ന് തന്നെ അടിക്കാൻ തുടങ്ങി. ബ്രൂസ് അങ്ങനെ ക്രിസിനെ താങ്ങി പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി പോകാൻ നോക്കുകയാണ്. രക്ഷപ്പെടുന്നതിനിടയിൽ മറ്റൊരു സ്റ്റാഫ് ബ്രൂസിനെ ഇടിക്കാൻ വന്നപ്പോൾ ബ്രൂസ് വലിയൊരു വാതിലെടുത്ത് അയാളുടെ മുകളിലേക്ക് തള്ളിവിടുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ബാക്കിയുള്ള സ്റ്റാഫുകളെല്ലാം വന്ന് ആ പേഷ്യൻസിനെ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ പേഷ്യൻസ് എല്ലാവരും തന്നെ വളരെയധികം വയലൻ്റ് ആയിരുന്നു. അങ്ങനെ ആ രണ്ട് കൂട്ടരും തമ്മിൽ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. ബ്രൂസും ക്രിസും അങ്ങനെ ഒരു വിധത്തിൽ അവിടെയുള്ള ഒരു എലവേറ്ററിൽ കയറി. അവർ പോകുന്നതിന് തൊട്ടു മുൻപ് തന്നെ കമീലിയ ലില്ലിയെ കൂട്ടിക്കൊണ്ട് ആ എലവേറ്ററിലേക്ക് വരികയാണ്. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ജെയിംസ് വീണ്ടും വന്ന് തടുത്തപ്പോൾ ഒരു വലിയ കസാരയെടുത്ത് ബ്രൂസ് ജെയിംസിന്റെ തലക്കടിച്ച് അവനെ ബോധം കെടുത്തുകയാണ്. ഇപ്പോൾ അവിടെയുള്ള പേഷ്യൻസ് എല്ലാം വയലൻ്റ് ആയിട്ട് അവിടെയുള്ള സ്റ്റാഫിനെല്ലാം കൈകാര്യം ചെയ്ത് കുറേ പേരെ കൊല്ലുകയാണ്. ക്രിസും കമീലിയയും ലില്ലിയും ആ എലവേറ്ററിൽ കൂടെ അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. അങ്ങനെ ആ ഒരു എലവേറ്റർ താഴേക്ക് വന്ന് നിൽക്കുകയാണ്. അതെവിടേക്കാണ് വന്ന് നിൽക്കുന്നതെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ക്രിസ് വെളിയിലേക്ക് ഇറങ്ങി ഒന്ന് പരിശോധിക്കാൻ ചെല്ലുന്നു. ഇതേ സമയം അകത്ത് പേഷ്യൻസിനെ എല്ലാം കൂട്ടിക്കൊണ്ട് ബ്രൂസ് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇത്രയും നാളുമുള്ള ആ ഒരു തടങ്കലിൽ നിന്ന് അവരെല്ലാവരും അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് പുറത്തിറങ്ങുകയാണ്. പുറത്ത് റോഡിലേക്ക് ഇറങ്ങിയ ബ്രൂസും പുറകെയുള്ള പേഷ്യൻസും എല്ലാവരും വഴിയിൽ വരുന്ന യാത്രക്കാർക്കെല്ലാം കൈ നീട്ടി അവർ നിർത്തുകയാണ്. പക്ഷേ പ്രായമായി ഇവരെയെല്ലാം കണ്ടപ്പോൾ അവരെല്ലാവരും വണ്ടി നിർത്തിയെങ്കിലും പേടിയോടെ തന്നെ അവർ റിവേഴ്സ് എടുത്ത് പുറകിലേക്ക് പോവുകയായിരുന്നു. ഇതേ സമയം അകത്ത് ക്രിസ് ആ എലിവേറ്റർ വന്ന് നിർത്തിയ സ്ഥലം ഏതാണെന്ന് അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് കുറേ നാളായിട്ട് അവരുടെ ഇടയിൽ നിന്ന് കാണാതെയ ഡെന്നിയെ ഒരു വലിയ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. ഡെന്നിയുടെ ആ ഒരു ജയില് ക്രിസ് തുറക്കാൻ വന്നപ്പോഴാണ് ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഓണറായിട്ടുള്ള എഡി ക്രിസിന് നേരെ ചാടി വന്നത്. എഡി ക്രിസിൻ്റെ കഴുത്തിന് പിടിച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ക്രിസ് അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വലിയ ജഗ് എടുത്ത് അവനെ തലക്കടിക്കുകയാണ്. പക്ഷേ അധിക നേരം ക്രിസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എഡി ക്രിസിനെ ഇടിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അതിനുശേഷം എഡി ക്രിസിനെ എടുത്തുകൊണ്ട് അവിടെയുള്ള ഒരു ചോപ്പിംഗ് മെഷീൻ മുകളിൽ കിടത്തുകയാണ്. ക്രിസിന് ചെറിയ ബോധമുണ്ടെങ്കിലും വളരെ ക്ഷീണിതനായതുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ചോപ്പിംഗ് മെഷീൻ ഓണാക്കി അവനെ അതിലേക്ക് കയറ്റിവിടാൻ വന്നപ്പോഴാണ് കമീലിയ അവിടെ വന്ന് ഒരു പലകയെടുത്ത് എഡീനെ അടിച്ച് താഴേക്കിട്ടത്. അങ്ങനെ ചെറിയൊരു വ്യത്യാസത്തിന് ക്രിസ് ആ ഒരു ചോപ്പിംഗ് മെഷീനിലേക്ക് കയറി പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ കമീലിയ അവനെ രക്ഷപ്പെടുത്തുകയാണ്. പക്ഷേ ബോധം പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച എഡി അതാ വീണ്ടും എഴുന്നേറ്റ് വന്നു. അവൻ പിന്നീടും ക്രിസിനെയും കമീലിയെയും ആക്രമിക്കാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെ ഡെന്നിക്ക് ഇത്രയും നാളും മരുന്നിൻ്റെ ഓവർഡോസ് കുത്തിവെച്ചതുകൊണ്ട് അവൻ്റെ ശരീരം വളരെയധികം വികൃതമായിട്ട് പെരുമാറാൻ തുടങ്ങി. കൈകളൊക്കെ തനിയെ തിരിച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് അവൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന ലില്ലി അവിടെ ഉണ്ടായിരുന്ന ഒരു ബട്ടണിൽ പിടിച്ച് അമർത്തുകയാണ്. പെട്ടെന്ന് തന്നെ അവനുണ്ടായിരുന്ന ആ ജയില് തുറന്ന് ഡെന്നി വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴും ഡെന്നിയുടെ ശരീരം ഒരു വികൃതമായിട്ട് പെരുമാറുകയായിരുന്നു. ഡെന്നി പെട്ടെന്ന് തന്നെ ചെന്നത് എഡ്ഡിയുടെ അടുത്തേക്കാണ്. അവൻ്റെ കഴുത്ത് പിടിച്ച് വലിച്ചൊടിച്ച് ഡെന്നി അങ്ങനെ എഡ്ഡിനെ താഴേക്കെടുത്തു. ഡെന്നി അങ്ങനെ മരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എഡ്ഡിയുടെ ശരീരമെടുത്ത് ആ ചോപ്പിംഗ് മെഷീനിലേക്ക് അവരെടുത്ത് വെക്കുന്നു. ആ ഒരു വലിയ ഫാക്ടറിയിലെ ആ ഒരു മെഷീനിൽ നിന്ന് അങ്ങനെ പതിയെ കുറച്ച് ബർഗർ ഉണ്ടാക്കി വരുന്നതാണ് അവരങ്ങനെ കാണുന്നത്. അതായത് എഡ്ഡിയുടെ ആ ഒരു ശരീരം അല്ലെങ്കിൽ ആ ഒരു മീറ്റ് ഉപയോഗിച്ച് അതിൽ നിന്ന് ബർഗർ ഉണ്ടാക്കി വരികയാണ്. ഇതായിരുന്നു ഇത്രയും നാളും എഡ്ഡിയും അവൻ്റെ കൂട്ടരും പാവപ്പെട്ട ഈ മനുഷ്യരെ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഡെന്നി അവിടെ വെച്ച് തന്നെ ആ ഒരു മരുന്നിൻ്റെ എഫക്റ്റ് കാരണം മരണപ്പെടുകയായിരുന്നു. അങ്ങനെ ക്രിസും കമീലിയും ലില്ലിയും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അവർ മൂന്നുപേരും അങ്ങനെ അവിടെയുള്ള ഒരു ബെഞ്ചിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ ബ്രൂസ് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ വിളിക്കുകയാണ്. പക്ഷെ അവരാരും എഴുന്നേൽക്കുന്നില്ല. അവർ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് ബ്രൂസ് വെപ്രാളപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവർ കണ്ണു തുറന്നു. അവർ മൂന്നുപേരും ചേർന്ന് ബ്രൂസിനെ പ്രാങ്ക് ചെയ്യുകയായിരുന്നു. അവർ മൂന്നുപേരും ജീവനോടെ തിരികെ വന്നതിൻ്റെ സന്തോഷത്തിലാണ് ബ്രൂസ് ഇപ്പോൾ. അങ്ങനെ വൈകാതെ അമേരിക്കയിലെ ന്യൂസും മീഡിയയും എല്ലാം ഈ ഒരു വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. അമേരിക്കയുടെ ഗവർണറായിട്ടുള്ള ഫിന്ന് ആ രാജ്യം വിട്ടു തന്നെ പോയി. ഇനിയും അധിക നാൾ ഇവിടെ നിന്നാൽ ഉറപ്പായിട്ടും ജനങ്ങൾ തന്നെ അവനെ കൊന്നുകളയുമെന്ന് അവന് മനസ്സിലായി. അങ്ങനെ അവൻ്റെ സാമ്രാജ്യവും അവൻ്റെ ഒരു ബർഗർ ഔട്ട്ലെറ്റും എല്ലാം തന്നെ അടച്ചു പൂട്ടുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. US ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ഒഫീഷ്യൽസിനെ എല്ലാവരും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ അഭയാർത്ഥികൾക്കെതിരെ അവരുണ്ടാക്കിയ നിയമം അവർ തന്നെ അങ്ങ് പിൻവലിക്കുകയാണ്. രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ട് ചെയ്ത എല്ലാവരും രാജ്യത്തിലേക്ക് തിരികെ വരുന്നു. അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ക്രിസിൻ്റെയും ലില്ലിയുടെ അമ്മയായ മേരി അങ്ങനെ അവരുടെ അടുത്തേക്ക് തിരികെ വരുന്നു.